ചൈനീസ് GPS ട്രാക്കർ ഘടിപ്പിച്ച കടൽക്കാക്ക കർണാടകയിലെ കാർവാർ തീരത്തെത്തി. രാജ്യത്തെ തന്ത്രപ്രധാന നാവിക ആസ്ഥാനങ്ങളിലൊന്നായ കാർവാറിൽ ചൊവ്വാഴ്ചയോടെയാണ് ദേശാടന പക്ഷിയെ കണ്ടെത്തിയത്. ശരീരത്തിൽ GPS ഉപകരണം ഘടിപ്പിച്ച നിലയിൽ കടൽ പക്ഷിയെ കണ്ടെത്തി. ഉത്തര കന്നഡയിലെ കാർവാർ തീരത്താണ് സംഭവം. ഇന്നലെ പുലർച്ചെയോടെയാണ് കാർവാർ ബീച്ചിൽ ദേശാടന പക്ഷിയെ അവശ നിലയിൽ കണ്ടെത്തിയത്. പക്ഷിയുടെ ശരീരത്തിൽ അസ്വാഭാവികമായ ഉപകരണം കണ്ട മത്സ്യത്തൊഴിലാളികളാണ് വനം വകുപ്പിനെ വിവരമറിയിച്ചത്. നാവികസേനാ താവളം സ്ഥിതി ചെയ്യുന്ന മേഖലയായതിനാൽ പക്ഷിയെ ചാരപ്രവൃത്തിക്കായി ഉപയോഗിച്ചതാണെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നെങ്കിലും ശാസ്ത്രീയ പഠനങ്ങളുടെ ഭാഗമായിട്ടാണ് GPS ഘടിപ്പിച്ചിരിക്കുന്നതെന്ന് വനം വകുപ്പ് അറിയിച്ചു. GPSലെ വിവരങ്ങൾ പരിശോധിച്ചതിൽ നിന്നും ശ്രീലങ്കൻ വന്യജീവി സമിതിയാണ് പക്ഷിയെ ടാഗ് ചെയ്തതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചൈനീസ് നിർമ്മിത GPS ട്രാക്കറാണ് ഘടിപ്പിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞു. ആർട്ടിക് മേഖലകളിലടക്കം 10,000-ലധികം കിലോമീറ്റർ സഞ്ചരിച്ചാണ് പക്ഷി ഇവിടെ എത്തിയത്. INS കദംബ നാവിക താവളത്തിന് സമീപത്തായതിനാൽ പക്ഷിയെ ചാരവൃത്തിക്ക് ഉപയോഗിച്ചെന്ന തരത്തിൽ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും അഭ്യൂഹങ്ങൾ പടർന്നിരുന്നു. തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പക്ഷിയെ രക്ഷപ്പെടുത്തി പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ദീർഘദൂര ദേശാടന പാതകളെക്കുറിച്ച് പഠിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ടാഗിംഗ് നടത്തിയിരിക്കുന്നത്. നിസാര പരിക്കുകളേറ്റ പക്ഷിയെ നിലവിൽ വനംവകുപ്പിന്റെ സംരക്ഷണത്തിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. GPS ഉപകരണം നീക്കം ചെയ്തു. വന്യജീവി പഠനങ്ങളുടെ ഭാഗമായി ഇത്തരം ടാഗുകൾ സാധാരണമാണെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.